എല്ലാവർക്കും സെഞ്ചി ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC എക്സാമിന് വേണ്ടിയുള്ള ടൈം ടേബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ടൈം ടേബിൾ നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഈ ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ A+ മേടിക്കാനുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ടൈം ടേബിൾ നമുക്ക് പോകാം. ടൈം ടേബിളിൽ പല കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിനകത്ത് വരുന്നതും അതേപോലെ തന്നെ ഹോളിഡേയിനകത്ത് വരുന്ന ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തായിട്ടാണ് വന്നേക്കുന്നത് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഡേ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെബ്രുവരി നിങ്ങൾ ഫെബ്രുവരി 1 തൊട്ട് ഉള്ള ഒരു 28 വരെ ഉള്ള ടൈം ടേബിൾ ഞാൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത് മാത്രമല്ലാതെ എക്സാമിനായിട്ടുള്ള മാർച്ച് തൊട്ട് എക്സാം എൻഡ് ചെയ്യുന്ന വരെയുള്ള ടൈം ടേബിളും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ A+ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് ഇത് പഠിക്കുക. ഇനി ആരും പഠിച്ചു തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിലേക്ക് പോവാം. നിങ്ങൾ എണീക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 6 മണിയാണ്. 6 മണിക്കെങ്കിലും എണീക്കുക. കാരണം 6 മണി എന്ന് പറഞ്ഞൊരു ഞാൻ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏറ്റവും നിങ്ങളാണെന്നുണ്ടെങ്കിൽ എണീക്കേണ്ട കാര്യം ഇപ്പം 5 മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. 5 മണിക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 AM ആണ് ബെസ്റ്റ്. പക്ഷെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പം 5 മണിക്ക് എണീക്കുക എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം 6 മണിക്ക് എണീക്കുക. 6 മണിക്ക് എണീറ്റ ശേഷം എന്താ ചെയ്യണ്ടേ? ഒന്ന് ഫ്രഷപ്പ് ആവുക. ഫ്രഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോവുക, ഫീസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ഒരു 50 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക കേട്ടോ. ആ രീതി ഒരു ജസ്റ്റ് എക്സസൈസ് ചെയ്തെന്നോർത്തും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു വാമപ്പ് നമ്മുടെ ബോഡിക്ക് ഒരു വാമപ്പ് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒക്കെ കൊടുത്താലും മതി. ഇപ്പം അതെല്ലാം ഈ 30 മിനിറ്റിനകത്ത് വേണം പറയാൻ. ദെൻ അതിനുശേഷം നമ്മൾ ലെക്ചർ ക്ലാസ് എന്ന് പറയുന്നത് ലെക്ചർ ക്ലാസ് പ്ലസ് സെൽഫ് സ്റ്റഡി ആണ് കേട്ടോ. അതോടെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സസ് ഒക്കെ കാണാമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സെഞ്ചിയുടെ SSLCയുടെ ഇതിനകത്ത് തന്നെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പല പോർഷൻസിൻ്റെയും ക്ലാസ്സസ് വന്നിട്ടുണ്ട് അല്ലേ. ഫിസിക്സിൻ്റെ 2 ചാപ്റ്ററിൻ്റെ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മളിപ്പോൾ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ തന്നെ കാണുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴായിരിക്കും 6:30 തൊട്ട് 8 മണിക്കുള്ളിൽ കാണണം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള നോട്ട്സൊക്കെ നിങ്ങൾക്ക് എഴുതാം. ആ നോട്ട്സ് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യണം. അതെന്താണ് സെൽഫ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. അതെന്താണ് സെൽഫ് സ്റ്റഡി ചെയ്യേണ്ട ടൈമാണ് അതെന്ന് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹോളിഡേയ്സിനകത്തുള്ളത്. ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സ് അല്ല ഹോളിഡേയ്സ് ആയിട്ട് വരുന്നത്. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൺഡേ മൺഡേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസം, അതുപോലെ സ്റ്റഡി ലീവ് കിട്ടുന്ന സമയത്ത് ഒക്കെ ചെയ്യേണ്ട ടൈം ടേബിൾ ആണിത് കേട്ടോ. ടൈം ടേബിൾ ഫോർ ദാറ്റ്. ഓക്കെ, ടൈം ടേബിൾ ഫോർ എന്തിനാണ്? ഹോളിഡേയ്സിനകത്തും സ്റ്റഡി ലീവൊക്കെ ആയിട്ട് എടുത്ത സമയത്ത് നിങ്ങൾ ലീവ് ഒക്കെ എടുക്കില്ലേ, ആ ലീവ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ഞാൻ ഇവിടെ കൊടുത്തതുള്ളൂ. കാരണം മോസ്റ്റ് ആളുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്റ്റാണെന്ന് പറയാറുള്ളത്. ഞാൻ ഫോളോ ഇട്ടപ്പോഴും മോസ്റ്റ്ലി ആളുകളും പറഞ്ഞത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ്, ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് മാത്സ് ആണ് കേട്ടോ. അപ്പോൾ മാത്സ് ഒക്കെയാണ് പാടെന്ന് പറഞ്ഞത്. അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോസ് കാണുക. നിങ്ങൾക്ക് പാടായിട്ടുള്ള ടോപ്പിക്സാണ് മോസ്റ്റ്ലി ആ ടൈമിൽ കണ്ടത്. ദെൻ അതിനുശേഷം നോക്കിക്കുകയും സെൽഫ് സ്റ്റഡിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളൊരു 6:30 തൊട്ട് നമ്മൾ സെൽഫ് സ്റ്റഡി ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു സെൽഫ് സ്റ്റഡിയും കൂടി വരും. അപ്പോൾ ഈ ടോപ്പിക്ക് പഠിച്ചു 8 മണി വരെ നിങ്ങൾ വീഡിയോ കണ്ടു എന്നോർത്തും കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുക, 11:30 വരെ നിങ്ങൾ ആ ടൈം വരെ സെൽഫ് സ്റ്റഡി ചെയ്യുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഈ 8 മണി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ 8 AM കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്കാണ് ശരിക്കും വരുന്നത്. അപ്പം ആ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രേക്കാണ്. ഓക്കെ, 8:30 തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 9 മണി വരെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 8:30 എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 8:30 വരെ പഠിച്ചെന്നോർത്ത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂറായിട്ട് എടുത്തെന്നോർത്തും കുഴപ്പമില്ല. ദെൻ അതിനുശേഷം നിങ്ങൾ വന്നേക്കണം നോക്കിക്കുകയും 11:30 വരെ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പം ഇത് AM വരെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 11:30 വരെ ഫുൾ വീണ്ടും ഇരുന്ന് എന്താ സ്റ്റഡി ചെയ്യുക. സെൽഫ് സ്റ്റഡിയാണ്. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ,
ഇതെല്ലാം നിങ്ങൾക്ക് വരുന്ന ടൈം ടേബിൾ അനുസരിച്ചുള്ള ഞാൻ പോർഷൻസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതൊക്കെ വെച്ച് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇതായിരിക്കണം ഡേയിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത്. ദെൻ അതിനുശേഷം എന്താണ്, ഒരു നമുക്ക് കാണുന്നുണ്ട് ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതെന്തിനാ, ലഞ്ച് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുത്തെങ്ങനെയാണ്, എപ്പോഴാണ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് 11:30 തൊട്ട് 12 മണി വരെ എന്താണ് നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലഞ്ച് ബ്രേക്ക്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും എന്താണ് സെൽഫ് സ്റ്റഡി ആണ്. ഇവിടെ കാണാൻ പറ്റും എന്താണ് ഇവിടെ സെൽഫ് സ്റ്റഡി ആണ് വീണ്ടും വന്നേക്കണം കേട്ടോ, സെൽഫ് സ്റ്റഡി. ദെൻ അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും സെൽഫ് സ്റ്റഡി, അതിനുശേഷം 15 മിനിറ്റ് ബ്രേക്ക്. നിങ്ങൾക്ക് ഈ ബ്രേക്ക് ഞാൻ ഒത്തിരി തന്നിട്ടുണ്ട് കേട്ടോ, കാരണം നിങ്ങൾക്ക് എപ്പോഴും സ്റ്റഡി മാത്രമല്ല, നിങ്ങൾക്ക് ചെറിയ ബ്രേക്ക് എടുക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമോ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. മോസ്റ്റ്ലി റീൽസിലേക്ക് ഒന്നും പോകാതിരിക്കുക. ഷോർട്സ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ്, അതുപോലെ തന്നെ റീൽസ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കളയുക. ഇതെല്ലാം നിങ്ങൾ കാണുന്നത് നിർത്തുക. അല്ലാതെ ഇപ്പോൾ ലോങ് വീഡിയോസ് കാണുന്നത് കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് ഇച്ചിരി കൂടി കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ലോങ് വീഡിയോസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്സ് റീഡ് ചെയ്യാം. റീഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കും അല്ല, അല്ലാതെ എന്തെങ്കിലും സ്റ്റോറി ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ സമയത്ത് വായിക്കുക. കാരണം അതിനുശേഷം നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സ്റ്റഡി വരുവാണ്. അതിനുശേഷം 6 മണി തൊട്ട് 8 മണി വരെ നിങ്ങൾ വീണ്ടും സെൽഫ് സ്റ്റഡി ചെയ്യണം. അതിനുശേഷം 8 മണി തൊട്ട് 8:30, ഒരു 8:45 അത്രയും ടൈമിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ആ ടൈമിനകത്ത് എന്താണ് ഡിന്നർ കഴിക്കുക. ദെൻ അതിനുശേഷം നിങ്ങളാണെന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം. വീണ്ടും ജസ്റ്റ് സെൽഫ് സ്റ്റഡി. അപ്പോൾ ഈ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷനും കൂടി ആവണം. നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷനായിട്ട് ചെയ്യേണ്ട ഇതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ റീകോൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ് സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാട്ടോ, ഇവിടെ എന്താണ് റീകോൾ ടൈമാണ് കേട്ടോ. ഇത് റീകോൾ ചെയ്യേണ്ട ടൈം കൂടിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് 7 മണിക്കൂർ ഞാൻ ഉറങ്ങാൻ വേണ്ടി ടൈം തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 11 മണിക്ക് കിടന്നുറങ്ങാം. 11 മണിക്കാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങാം. അങ്ങനെ 7 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. ഇതേ ടൈം ടേബിൾ തന്നെയാണ്. ഇതെന്താണ് വർക്കിംഗ് ഡേയ്സ്. നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതാണ് ഈ ടൈം ടേബിൾ. നിങ്ങൾ അതേപോലെ തന്നെ 6 മണിക്ക് തന്നെയാണ് ഇവിടെ നീക്കേണ്ടത്. ഇവിടെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ലെക്ചർ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് നിങ്ങൾക്ക് ഒരു ഈ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ടൈം വരുന്നത്. അതിനുശേഷം 5 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മോസ്റ്റ്ലി വീട്ടിൽ വരുന്നത്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 8 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ പ്രിപ്പറേഷൻ, നിങ്ങൾക്ക് കുളിക്കണം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനെല്ലാം 1 hour കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 hour കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 1 hour വന്നിരിക്കുന്ന ബ്രേക്ക്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങളിരുന്ന സെൽഫ് സ്റ്റഡി നല്ലപോലെ കൊടുക്കുക. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യേണ്ടതാണ് സ്കൂൾ ടൈമിനകത്ത് പോകുമ്പോൾ. ദെൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ ടൈമാണ്, വർക്കിംഗ് ടൈമാണ്. അപ്പോൾ സ്കൂളിൽ വെച്ച് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന അത്ര നിങ്ങൾ ഇൻ്റർവെൽസ് ഒക്കെ കിട്ടുമല്ലോ, ആ ടൈമിലൊക്കെ ഇന്ന് എന്താ ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ കളിക്കാനൊക്കെ പോയി എന്ന് വരും, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, ഫുൾ A+ ആണ്. അപ്പം ഫുൾ A+ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്തും ജസ്റ്റ് സ്റ്റഡി ചെയ്യുക. ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ ഇച്ചിരി പേജസ് എങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ 6 മണി തൊട്ട് 8 മണി വരെ സെൽഫ് സ്റ്റഡി, അതിനുശേഷം ഡിന്നർ, ദെൻ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, അതുപോലെ എന്ത് ചെയ്യുക, സെൽഫ് സ്റ്റഡി തന്നെ വീണ്ടും വരിക. അതുപോലെ തന്നെ ഇത് റീകോളിൻ്റെയും കൂടി ടൈമാണ്, അതും കൂടി ഓർത്ത് വെച്ചോളണം കേട്ടോ. ദെൻ വീണ്ടും സ്ലീപ്പിംഗ് ടൈമാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ആക്കുന്നത്. ദെൻ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇനി ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഫെബ്രുവരി 28-ാം തീയതി വരെ ആ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം നമുക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുന്ന ഫെബ്രുവരി 1 ആണ് ഞാൻ ഫസ്റ്റ് കൊടുത്തത്. ഫെബ്രുവരി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതിനുശേഷം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത് രണ്ടും ഏകദേശം ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ എനർജി മാനേജ്മെന്റ്, ഇതാണ് ഏറ്റവും ഫിസിക്സിനകത്ത് ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്റർ, എനർജി മാനേജ്മെന്റ്. അപ്പം ഈ 3 ചാപ്റ്റർ പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഫെബ്രുവരി 2-ാം തീയതി എന്ത് ചെയ്യുക, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കുക. അതിനുശേഷം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കുക.
ദെൻ ഇവിടെ പിന്നെ പഠിക്കേണ്ട എന്താണ് വിഷനാണ് ഇവിടെ പഠിക്കേണ്ടത്. അതിനുശേഷം ഈ പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം ഒന്ന് റീകോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ റിവിഷൻ ചെയ്യേണ്ട ടൈമാണ് എന്തെന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് റിവിഷൻ വരുന്നത്. ഇവിടെ റിവിഷൻ ആണ് കേട്ടോ. ഈ ഫിസിക്സ് ഫുൾ റിവിഷൻ ആയിരിക്കും ഇവിടെ കേട്ടോ. ഇവിടെ ഫിസിക്സ് ഫുൾ റിവിഷൻ ആണ്. ദെൻ അതിനുശേഷം നോക്കിക്കും ഫെബ്രുവരി 4 തൊട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബയോളജിയിലേക്ക് കിടക്കുവാണ്. സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്, അതുപോലെ തന്നെ വിൻഡോ ഓഫ് നോളജ്, അതുപോലെ എന്താണ് കെമിക്കൽ മെസ്സേജസ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസിസ്, അതുപോലെ തന്നെ എന്താണ് കീപ്പിംഗ് ഡിസീസ് എവേ. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ 8 ചാപ്റ്റേഴ്സ് നമ്മുടെ ബയോളജിനകത്ത് വരുന്ന 8 ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഫെബ്രുവരി 6 നമുക്ക് കവർ ചെയ്യും. ദെൻ അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 അന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ ബയോളജിയുടെ റിവിഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ അന്ന് തന്നെ മാത്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ മാത്സ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്, അത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സർക്കിൾസ് ഇച്ചിരി പാടാണ്, എന്നാലും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാത്സ് മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും പാടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് കൊടുത്തത്, 2 ചാപ്റ്റേഴ്സ് പെർ ഡേ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളത് കണ്ടാൽ മതി. കാരണം അതിനകത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തിയറി ആയിട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് പ്രോബ്ലംസ് എല്ലാം വരുന്നുണ്ടായിരിക്കും മാത്സിൻ്റെ കാര്യത്തിൽ. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സെറ്റാവും. അപ്പം അങ്ങനെ അത് സെറ്റാക്കി നിങ്ങൾക്ക് ഇത് പഠിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ A+ കിട്ടും. ദെൻ അങ്ങനെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 11 ചാപ്റ്റേഴ്സാണ് ഇവിടെ വരുന്നത്, മാത്സിനകത്ത് വരുന്നത്, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ അങ്ങനെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഫെബ്രുവരി 12 ആകുമ്പോൾ എന്ത് ചെയ്യും, മാത്സിൻ്റെ എക്സാം ആണ് വരുന്നത്. എക്സാം ഒന്നുമല്ല, ജസ്റ്റ് റിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സാമും കൂടി ചെയ്യണം. ഈ നടത്തിക്കുന്ന ഫുൾ റിവിഷൻ ടൈമിനകത്ത് ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ ആയിട്ടുള്ള എക്സാമും കൂടി അറ്റൻഡ് ചെയ്യാൻ നല്ലതായിരിക്കും. എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ കെമിസ്ട്രി നമ്മൾ എൻഡ് ചെയ്യുന്ന എവിടെയാണെന്ന് നോക്കിക്കേ, 16 ആകുമ്പോൾ എൻഡ് ചെയ്യും. നമുക്ക് 17 എന്തുണ്ട്, എക്സാം ഉണ്ട്. ഇത് ജസ്റ്റ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക. എല്ലാം റീകോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ റിവിഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്യണം. ഒരു സബ്ജക്റ്റ് പഠിച്ചു അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ആക്റ്റീവ് ലേണിംഗ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് എങ്ങനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ ആളുകൾ ചെയ്യുന്നത് പറഞ്ഞാൽ പാസീവ് സ്റ്റഡിയാണ് മെത്തേഡാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാസീവ് സ്റ്റഡി മെത്തേഡാണ്. ആക്റ്റീവ് സ്റ്റഡി മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ ഒക്കെ വീഡിയോ ഞാനിപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ടൈം ടേബിൾ തന്നെ സെറ്റാക്കി തന്നേക്കുന്നത്. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എഫേർട്ട് എടുത്താണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നേക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഠിത്തം മാത്രമാണ്. അപ്പോൾ പഠിക്കുക, ഫുൾ A+ നേടുക. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്കാണെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാംസിൻ്റെ ഇതെല്ലാം വരുന്നത്. ആ സമയത്ത് തന്നെ ജസ്റ്റ് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് പറ്റുന്നല്ല, എല്ലാവർക്കും തന്നെ പറ്റുന്നതാണ്. സോഷ്യൽ സയൻസ് ജസ്റ്റ് ഇച്ചിരി പഠിച്ചാൽ മതി. കാരണം എന്താണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷന് തന്നെ ഞാൻ 2 ദിവസം കൊടുത്തിട്ടുണ്ട്. ഈ മോഡൽ എക്സാം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതെല്ലാം എന്ത് ചെയ്യുക, ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലതാണ്. കാരണം ഞാൻ എല്ലാം കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കേ, 2 ദിവസം വെച്ചാണ്. ഇതാണ് ലാസ്റ്റത്തെ എൻഡ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ അന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ തൊട്ടെല്ലാം എന്ത് ചെയ്യുവാണ്, നമുക്ക് പിന്നെ സ്റ്റഡി ലീവ് ആരംഭിക്കുന്ന ദിവസമാണ്. സ്റ്റഡി ലീവ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫെബ്രുവരി 22 ചിലപ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, സ്റ്റഡി ലീവ് ആണ്. അപ്പോൾ ഇനി പിന്നെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദെൻ അപ്പം എന്താണ്, ഇത് അന്ന് തന്നെ നമുക്ക് പഠിച്ചു ചേർക്കാൻ പറ്റുന്നതായിരിക്കും. കേരള ടുവേഡ്സ് എന്താണ് മോഡേണിറ്റി എന്നുള്ളതൊട്ട് പഠിച്ചു ചേർക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എല്ലാം ഞാൻ ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട് സോഷ്യൽ സയൻസിനകത്ത്. ദെൻ ഇപ്പം ഈ എത്രയാണ്, ഈ 6 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ഈ 6 ചാപ്റ്റേഴ്സ്, പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ടോട്ടലായിട്ട് അങ്ങനെ 8 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പഠിക്കേണ്ടത്. സോഷ്യൽ സയൻസിനകത്ത് ക്ലിയർ കട്ടായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഹാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചാലും മതി കേട്ടോ. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്ററിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ദെൻ മാർക്ക് കിട്ടും, ഫുൾ A+ മേടിക്കാൻ പറ്റും. ഇതെല്ലാം ഓപ്ഷനിലായിട്ട് വരുന്നതാണ്. ഇതെല്ലാം എന്താണ്, ഓപ്ഷനിലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ഓപ്ഷനിലാണ് നമ്മുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻസ്, ബി പാർട്ടിനകത്ത് നിന്ന് വരുന്നതാണ് ഇതെല്ലാം.
അപ്പം അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ, ഇത് ടോട്ടൽ 3, ഇവിടെ 3 ഉള്ളത്. ഇപ്പം ടോട്ടൽ ഇവിടെ നിന്ന് വരുന്നത് ടോട്ടൽ 6 വരുന്നുണ്ട്. അപ്പോൾ ഈ 6 ചാപ്റ്റർ പഠിച്ചാൽ മതി. ഇവിടെ ടോട്ടൽ 12 ചാപ്റ്റർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് 6 ചാപ്റ്റർ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ദെൻ അതിനുശേഷം എന്താണ്, സോഷ്യലിൻ്റെ റിവിഷനാണ് ഫെബ്രുവരി 26 തീയതി വരുന്നത്. അതിനുശേഷം ഫുൾ എന്താണ് പെൻഡിങ് ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള ടൈമാണ് കൊടുത്തേക്കുന്നത്. നോക്കിയേ, ഇനി വരുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മാർച്ച് 1, 2 എന്താണ് മലയാളം വീണ്ടും പഠിക്കുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, മലയാളം എന്ത് ചെയ്യുക, 1ൻ്റെ എക്സാം വരുവാണ് മാർച്ച് 3-ന്. അതിനുശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം. ആ സമയത്തൊക്കെ ഈ രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഇനി ഇവിടെ വന്നുണ്ടോ, ഇവിടെ മോസ്റ്റ്ലി നമുക്ക് ഇച്ചിരി കൂടി കൂടുതലായിട്ടുള്ള ടൈം പീരീഡ് കിട്ടുന്നത് 11, 12, 13, 14, 15, 16 അതെല്ലാം തന്നെ മാർച്ചിനകത്താണ്. മാർച്ച് 11, 12, 13, 14, 15, 16 ദിവസം. 16 എന്ന് പറയുന്ന രീതിയിൽ ഇത്ര ഡേയ്സ് വരുന്നുണ്ട്. നമുക്ക് 6 ദിവസം നമുക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീ ടൈം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരു നല്ല രീതിയിൽ ഗ്യാപ്പ് വരും, ലോങ് ഗ്യാപ്പാണ്. അപ്പോൾ ഈ ടൈമിനകത്ത് എന്ത് ചെയ്യുക, ഇനി ബാക്കി വരുന്ന എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, മാത്സ്, ഹിന്ദി, ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ എന്താണ് ബയോളജി, ഇത്ര എക്സാമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ ഈ ദിവസം എന്ത് ചെയ്യുക, ഫിസിക്സിനും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ബയോളജിക്കായിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ 3 ദിവസം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 3 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്സ് പാടാണെന്നുണ്ടെങ്കിൽ മാത്രം മാത്സിന് വേണ്ടി കൊടുത്താൽ മതി. അപ്പം അതും കൂടി സെറ്റായി. കാരണം ഫിസിക്സും കെമിസ്ട്രി വേണമെന്ന് ഇച്ചിരി കൂടി റിവിഷൻ ചെയ്യേണ്ട ഇതാണ്. കാരണം മോസ്റ്റ്ലി ഫിസിക്സും കെമിസ്ട്രി, അത് ബയോളജി, കാരണം ബയോളജിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഇല്ല. കെമിസ്ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് പഠിക്കാനുള്ള ഇത് കിട്ടുന്നുണ്ട് ഇവിടെ, കണ്ടോ. അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബയോളജിക്കും ഫിസിക്സിനും കൂടി നല്ലപോലെ മാർക്ക് മേടിക്കാൻ നോക്കുക. കാരണം ബയോളജിനകത്തുള്ള ചില പേരുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ നോക്കിക്കാം, അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിക്കുക, ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, മലയാളത്തിന് വരുമ്പോൾ മലയാളത്തിൻ്റെ ഇത് പഠിക്കുന്നു. ആ രീതിയിൽ ഇവിടെ വരുന്നു. ദെൻ ഇത് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞു. ദെൻ ഹിന്ദി, അതുപോലെ തന്നെ ഹിന്ദിയുടെ എക്സാമിന് മുമ്പ്. ദെൻ ഫിസിക്സ്, വീണ്ടും ഫിസിക്സിൻ്റെ എക്സാമിന് മുമ്പ് പഠിക്കണം. ദെൻ കെമിസ്ട്രി പഠിക്കുക. അത് 2 ദിവസം വന്നുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. ദെൻ ഈ സമയത്ത് പഠിക്കുക എന്നല്ല പറയുന്നത്, ഇത് മോസ്റ്റ്ലി റിവിഷനാണ്. ഇവിടെ ഫുൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷനാണ്. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് റിവിഷനാണ്. അത് ഓർത്ത് വയ്ക്കുക. ഈ ഡേയ്സ് തൊട്ട്, ഈ മാർച്ച് 1 തീയതി തൊട്ട് ഫുൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുവാണ്, ശരിക്കും പറഞ്ഞാൽ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പഠിത്തത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മോസ്റ്റ്ലി റിവിഷനാണ്. ഇനി പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാം. അത് എങ്ങനെയാണ്, നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് ഈ സംഭവങ്ങളെല്ലാം വെച്ച് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നതിന് കുഴപ്പമില്ല. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി മാർക്ക് കിട്ടണതിന്, ഇപ്പോൾ ഫുൾ മാർക്കൊക്കെ കിട്ടണതിന് അതെന്ത് ചെയ്യും, ഗുണം ചെയ്യും. നമുക്ക് ഫുൾ എ പ്ലസിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ പഠിച്ചാൽ മാത്രം മതി. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പഠിക്കണം എന്നുള്ള ഒരു ആവശ്യമില്ല. സോ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും. ദെൻ അതിനുശേഷം ബയോളജിയുടെ എക്സാംസ് വരുന്നു. ഈ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഫുൾ എ പ്ലസ് കിട്ടാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഞാൻ ടൈം ടേബിൾ തന്നേക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വേണം, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേണോ, അതുപോലെ എന്തിൻ്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത്, ഇതെല്ലാം നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, കമൻറ്റിനകത്ത് ചെയ്യുക. അതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതെന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പം എന്താണ്, നമുക്ക് ഇന്നത്തെ ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.